എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു എമർജൻസി, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ അവരെയാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കാണിക്കും. ബേസിക്കലി നമുക്കൊരു 5-6 ടോപ്പിക്സ് ഉണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്തൊക്കെയാണ്: ആക്സിഡൻറ്റ്സ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇതിൻ്റെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 30%, 50% അവിടെ നമ്മൾ കാണിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഹാൻഡ്സും കഴിവും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് CPR കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് എല്ലാവർക്കും അറിയില്ല. ഹാർട്ട് അറ്റാക്ക് എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സ്റ്റോപ്പ് ആകുമ്പോൾ ആ ഒരു ഹാർട്ട് നമ്മുടെ സ്റ്റോപ്പാകും, പമ്പ് ചെയ്ത് സ്റ്റോപ്പായിട്ട് പിന്നെ ബ്രെയിനിലേക്കുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളെല്ലാം എന്താണ് സ്റ്റോപ്പായിട്ട് നമുക്ക് ഓക്സിജൻ കുറഞ്ഞു ഇപ്പോൾ ലീഡ് ടു കോമ, പാരലിസിസ്, ഡെത്ത് വരെ ആവും. അതിനുശേഷം ഇപ്പോൾ CPR എന്താ? ഈ ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ മെയിനായിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഇതിൽ കാർഡിയോ ഹാർട്ട്, പൾമണറി ലങ്സ്, റെസിസ്റ്റേഷൻ നമ്മൾ ആളെ ജീവിതം തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഈ CPRൽ നമ്മൾ ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ബേസിക്കായിട്ട് കാണും. എല്ലാവരും സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ CPR ചെയ്യുന്നത്, അല്ലേ? എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പോൾ അത് ചെയ്യുന്നത് ചില സ്ഥലത്ത് തന്നെ നമ്മൾ തെറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ ഇവർ ചെയ്യുന്നത് സിനിമയിലാണെങ്കിലും വേറെ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും ഇങ്ങനെ തെറ്റായിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ മിത്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ ബാക്കിലുണ്ട്. സോ അതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഒരു 5 സ്റ്റെപ്പായിട്ട് ഞാൻ പറയും. ബാക്കി ഹാൻഡ്സ് ഓൺ 5 അവൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമുക്കൊരു 5 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ആദ്യം വരുന്നത് ഈ CPRൽ സേഫാണ്. നമ്മളിപ്പം നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ലുലു മോളിൽ കൂടെ പോകുന്നതായിരിക്കും, ബീച്ചിലായിരിക്കും, അങ്ങനെ പല സ്ഥലത്തും ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുവാണ്. ആ കുഴഞ്ഞു വീഴുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ സേഫ്റ്റി, നിങ്ങളുടെ പേഷ്യൻ്റെ സേഫ്റ്റി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സേഫ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിലാണെങ്കിൽ ഒന്ന് മാറ്റി കിടത്തിയിട്ട് അടുത്ത നമ്മൾ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കുഴഞ്ഞു വീണത് ഇപ്പം BP കുറഞ്ഞിട്ടാണോ, ഷുഗർ കുറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ, ഇതെന്താണ് നമുക്കറിയത്തില്ല. ഇനിയിപ്പം വല്ല ആൽക്കഹോളോ അങ്ങനെ വല്ല എടുത്തിട്ട് കുടിച്ച് ബോധം കെട്ട് വീണാണോ, നമുക്കത് അറിയത്തില്ല. അതിനാണ് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ആളുടെ റെസ്പോൺസ്. അപ്പോൾ ഈ റെസ്പോൺസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് അത് കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റെസ്പോൺസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു അടി ഞാനിപ്പോൾ ഇവിടെ അടിച്ച് ആ മനുഷ്യനിൽ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഒരു ബോധമില്ലാത്ത ഒരു മനുഷ്യനാകുമ്പോൾ ഈ ഒരു അടിയിൽ ആൾക്ക് ഇതെന്താണ് ഒരു സ്റ്റിമുലേ പോലെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകും ആ ഒരു സമയത്ത്. പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാണെങ്കിൽ പുള്ളിക്കാൻ അവിടെ റെസ്പോൺസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ അത്ര ഹാർഡായിട്ട് അടിക്കുന്നത്. ഇപ്പോൾ ആൽക്കഹോൾ കുടിച്ച ആൾക്കാരാണെങ്കിൽ ആ ഒരു നമ്മളൊന്ന് കൈയെങ്കിലും അനക്കും, എന്തെങ്കിലും ഒന്ന് അനക്കും പുള്ളിക്കാൻ. ഓക്കെ, ആ ഒരു ഇതിലാണ് നമ്മൾ ഇത്ര ഹാർഡായിട്ട് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മൂന്നാമത്തെ ഇതിലേക്ക് വരുന്നത് പൾസും അല്ല കോൾ ഫോർ ഹെൽപ്പ് എന്നുള്ളത്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിക്കണം, അതാണ്. അപ്പോൾ ആ കോൾ ഫോർ ഹെൽപ്പിലാണ് ആംബുലൻസ് വിളിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വരിക. കാരണം വെച്ചാൽ CPR എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. ഇത് ചിലപ്പം കുറേ നേരം ചെയ്യേണ്ടി വരും. നമ്മൾ ഈ 2 സൈക്കിൾ തന്നെ ചെയ്യുമ്പോൾ ഇത് 30 കംപ്രഷനാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആവശ്യമാണ്. ഒരു ഫിറ്റായിട്ടുള്ള ആളാണെങ്കിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൂടുതൽ പോകത്തില്ല. അതും ഞാൻ മാക്സിമം ആണ് പറയുന്നത്, അതിൽ കൂടുതൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ഈ ലുലു മോളിലും പബ്ലിക് ബസ് സ്റ്റാൻഡ്സ്, പബ്ലിക് റെയിൽവേ സ്റ്റേഷൻസ് എല്ലായിടത്തും ഈ AED എന്ന് പറയുന്ന സാധനം, ഇത് നമ്മൾ ഈ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഷോക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലായിടത്തും ഷോക്ക് കൊടുക്കുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇത് പബ്ലിക് പ്ലേസിൽ ഒരു ഷോക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്, മെഷീനാണ്. ഇതങ്ങനെ നേരെ 2 പാച്ച് ഉണ്ടാവും. ഈ പാച്ച് എടുത്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് ഷോക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് പബ്ലിക് പ്ലേസസിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോൾ ഫോർ ഹെൽപ്പിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാവാം, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ, റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ ആവാം, അവരെല്ലാം ഇതുമായിട്ടായിരിക്കും ഓടി വരുന്നത്. കാരണം വെച്ചാൽ ആ ഒരു എമർജൻസി പ്രൊസീജിയറിൽ അവിടെ പ്രോട്ടോകോൾ ഇത് എന്തായാലും അവൈലബിൾ ആയിരിക്കും.
ഇതിൻ്റെ പേര് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്, AED. ഓക്കെ, ഇത് ഷോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹാൻഡ്സോൺ ആൻഡ് പറഞ്ഞിരുന്നതാണ്. ഞാൻ ബേസിക്കായിട്ടൊന്ന് പറയാൻ വേണ്ടി ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരാൾ കൊണ്ടുവരുമ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. ആൻഡ് അതിന് ശേഷം ഈ കോൾ ഫോർ ഹെൽപ്പിന് ശേഷം നമ്മൾ നേരെ പോകേണ്ടതാണ് പൾസും ബ്രീത്തിങ്. ഓക്കെ, നമ്മുടെ പൾസ് ബ്രീത്തിങ് നമ്മൾ ചെക്ക് ചെയ്യും. ആ ഒരു 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പൾസും ബ്രീത്തിങ് ചെയ്യും. CPR കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അവിടെയാണ്. നമ്മൾ പൾസിൽ എല്ലാവരും എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ എല്ലാവരും മെഡിക്കൽ ഫീൽഡും വോളണ്ടിയേഴ്സ് എല്ലാം ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയില്ല പൾസ് എങ്ങനെ നോക്കുന്നത്. എങ്ങനെ നോക്കുന്നത്? കൈ. ഈ ഒരു സാഹചര്യം ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ കൈ നോക്കുന്നത് കാരണം വെച്ചാൽ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്യും. നമ്മൾ നോക്കുന്നത് നമ്മുടെ കരോട്ടിഡ് ആർട്ടറി, നമ്മുടെ ഈ കഴുത്തിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ പോയിട്ട് ഇവിടെ നമ്മൾ അപ്പം സ്റ്റാർട്ട് ചെയ്തതാണ് CPR. അതുകൊണ്ട് ഞാൻ ഈ കൈ മിസ്റ്റി എന്ന് പറയുന്നത്. അതിൽ ആ സ്റ്റെപ്പിൽ ബ്രീത്തിങ് കൂടിയുണ്ട്. നമ്മൾ ബ്രീത്തിങ് എങ്ങനെയാണ് നോക്കുന്നത്? നമ്മളിപ്പോൾ ഒരാളിങ്ങനെ നിൽക്കും, എൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഞാൻ ഇങ്ങനെ ഒരു ശ്വാസം ഇങ്ങനെ വിടുന്നുണ്ടാകും, എൻ്റെ ചെസ്റ്റ് ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കിടക്കുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് ഇവിടെ റൈസ് ആകും. അങ്ങനെയാണ് നമ്മൾ ബ്രീത്തിങ് നോക്കുന്നത്. അപ്പോൾ ഇത് 10 സെക്കൻഡിനുള്ളിൽ നോക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഒരു സമയത്താണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ഈ പേഷ്യൻ്റാണെങ്കിൽ ഇതിങ്ങനെ നോക്കുക. നമ്മൾ 2 വിരൽ വെച്ചിട്ട് ഈ സൈഡിലേക്ക് വേണം നോക്കാൻ. കാരണം വെച്ചാൽ ഞാൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, എനിക്ക് ഇതാണ് കുറച്ചും കൂടി സൗകര്യം. എൻ്റെ സൗകര്യമാണ് ഞാൻ നോക്കേണ്ടത്. കാരണം വെച്ചാൽ ഞാൻ കുറേ നേരം ഇവിടെ ഉണ്ടാവും. സോ ഐ ഷുഡ് ലുക്ക് അറ്റ് മൈ കംഫർട്ടബിലിറ്റി. എൻ്റെ കംഫർട്ടബിളാണ് നമ്മൾ മെയിനായിട്ട്. ഇപ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ കൈവച്ച് നമ്മൾ പൾസ് നോക്കുക. അതേ സമയത്ത് തന്നെ എൻ്റെ തല ഞാൻ കുനിച്ച് ഈ ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്ന് നോക്കണം. ഇത് ഞാൻ ഒന്നും കൂടി പറയുന്നു, 10 സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ പാടില്ല. ഐഡിയലി 5 to 7 സെക്കൻഡാണ്, പക്ഷെ 10 കൂടുതൽ പോകാൻ പാടില്ല. ഇതില്ലെന്ന് നമ്മൾ കാണുമ്പോൾ പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ CPR കാണും. ഓക്കെ, CPRന് 30 കംപ്രഷൻസ് ആണ്. ഓക്കെ, 30 കംപ്രഷൻസ്, 2 ബ്രത്ത്. കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ അടിക്കുന്ന സാധനം, ഇതാണ് ഈ കംപ്രഷൻ. ഇത് 30 വട്ടം 2 ബ്രത്ത്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കംപ്രഷൻ ഈ കൊടുക്കുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ ഡോമിന് നമ്മൾ എഴുതുന്ന കൈ, നമ്മൾ എഴുതുന്ന ഫുഡ് കഴിക്കുന്ന കൈ ആദ്യം വെക്കുക. ആദ്യം വെച്ചിട്ട് അതിന് പുറകെ കൂടെ നമ്മുടെ ലെഫ്റ്റ് കൈ ഇങ്ങനെ കയറ്റി വെക്കും. അതിൻ്റെ ഇൻ്റർലോക്ക്. ഓക്കെ, ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 നിപ്പിൾസിൻ്റെ നടുക്കായിട്ട് വെച്ച് ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ വേണം. ഈ നിൽക്കുന്ന ഒരു പൊസിഷനിൽ എൻ്റെ എൽബോസ് സ്ട്രെയിറ്റ് ആണ്. എൻ്റെ എൽബോസ് സ്ട്രെയിറ്റ് ആണ്. എൻ്റെ ഷോൾഡർ ഈ സ്റ്റേർണത്തിൻ്റെ അവിടെ അലൈൻ ചെയ്താൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് CPR കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു പൊസിഷൻ നമ്മളത് എനിക്ക് ആക്ച്വലി ടേബിൾ കുറച്ചും കൂടി പൊക്കമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പേഷ്യൻ്റ് താഴെ അതുകൊണ്ട് കഴിവതും ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. ഈ എസ്കലേറ്റേഴ്സ് എല്ലാം ഉണ്ടാകും, എല്ലാം മാറ്റി നിർത്തണം. ഫ്ലാറ്റ് സർഫേസിലാണ് കിടത്തേണ്ടതാണ്. കിടത്തിയിട്ട് നമ്മൾ 2 മുട്ടും വെച്ച് കുഞ്ഞ് ഇതിങ്ങനെ എൽബോ സ്ട്രെയിറ്റ് ആക്കി ഷോൾഡർ അലൈൻ ചെയ്താണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മസിൽസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാക്ക് മസിൽസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് കുറേ നേരം ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരാം. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് മസിൽസാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു കംപ്രഷൻ 30 കംപ്രഷൻ, ഈ ഒരു 30 കംപ്രഷൻ ഇതിങ്ങനെ 30 ചെയ്തിട്ട് നമ്മൾ 2 ബ്രത്ത് കൊടുക്കും. 30:2, 30 കംപ്രഷൻ, 2 റെസ്ക്യൂ ബ്രത്ത്സ്. 30 കംപ്രഷൻസ്, 2 ബ്രത്ത്. ഈ 2 ബ്രത്ത് എന്ന് പറയുന്നത് നമ്മൾ കോവിഡിന് ശേഷം ഇപ്പോൾ നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന പോലെ മൗത്ത് ഇപ്പോൾ കൊടുക്കാറില്ല. നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു വീഡിയോ ഈ നോട്ട്സ് നമ്മളിങ്ങനെ പിഞ്ച് ചെയ്യും. കാരണം വെച്ചാൽ ഇവിടെ കൂടെ കാറ്റ് പോകാൻ പാടില്ല, മൗത്തിൽ കൂടെ പോയിട്ട് അത് ലങ്സിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ നോസ് പിഞ്ച് ചെയ്ത് നമ്മളൊന്ന് ടിൽറ്റ് ചെയ്തിട്ട്, കാരണം വെച്ചാൽ എയർ വേ ഒബ്സ്ട്രക്റ്റ് ആയി അതിന് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഒരു കൈ ഇങ്ങനെ വെച്ച് നമ്മൾ 2 ബ്രത്ത്, ഈ ഒരു 2 ബ്രത്ത് നമ്മൾ കൊടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 30 കംപ്രഷനും 2 റെസ്ക്യൂ ബ്രത്ത്സും. ഓക്കെ, ഈ 30:2 നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ നമ്മൾ 100-120 അതുകൊണ്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് നമ്മൾ ക്ഷീണമാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മിനിറ്റിലാണ് 100 തൊട്ട് 120 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൗണ്ടിങ് സ്റ്റൈലുണ്ട്. 1, 2, 3, 4,
5, 6 ആ ഒരു കൗണ്ടിങ് സ്റ്റൈലിൽ നമ്മൾ പോകണം 30:2 കംപ്രഷൻ ഡ്രസ്. പക്ഷേ ഇത് വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഞാൻ കുട്ടികളുടെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഞാൻ പറയാണ് കുട്ടികളുടെ നമ്മൾ 15 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. 15:2 ആണ് കൊടുക്കുന്നത് പിള്ളേർക്ക്. 18 വയസ്സിന് താഴെ കുറേ പിള്ളേർക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ 15:2 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു 30:2 കംപ്രഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും പൾസ് നോക്കുക, ബ്രീത്തിങ് ഇല്ല. വീണ്ടും പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല എന്ന് കാണും. വീണ്ടും നമ്മൾ കംപ്രഷൻസ് കൊടുക്കുക. ഓക്കെ, ഇതിങ്ങനെ തന്നെ സൈക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിലാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കോൾ ഫോർ ഹെൽപ്പിൽ ആംബുലൻസ് വരാം, അല്ലെങ്കിൽ ഇതുപോലെ AED വരാം. ആരാണെങ്കിൽ വേറൊരാൾ വരുന്നുണ്ട്, നിങ്ങൾ ആ വഴി കൂടെ നടക്കുമ്പോൾ ആരാണ്ട് വിളിച്ചു, നിങ്ങൾ വന്നു, നിങ്ങൾക്ക് CPR ആക്കണം, നിങ്ങൾ അവരെ സഹായിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, വേറൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി CPR, കാർഡിയോപൾമണറി റെസിപ്പിറ്റേഷൻ. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഹാൻഡ്സ് ഓൺ കാണിക്കുന്നതാണ്. എല്ലാവരും വന്നൊന്നും ചെയ്യണം, ചെയ്യാൻ പറ്റാത്തത് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, ശരി, ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫൈൻ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ സത്യം ആദ്യത്തെ ആ ഒരു സിംറ്റംസ് നമ്മളെങ്ങനെ കാണുന്നത്? ഹാർട്ട് അറ്റാക്കിൽ ഇപ്പം പല ആൾക്കാർക്കും പല സിംറ്റംസ്. ചില ആൾക്കാർക്ക് ഒരു എരിച്ചിൽ പോലെ ആയിരിക്കും, ചില ആൾക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഈ ഒരു സൈഡിൽ ഭാഗത്ത് മാത്രം പെയിന്, ചില ആൾക്കാർക്ക് ഇവിടെ ഷോൾഡർ, ചെസ്റ്റ് പെയിന്, പല ആൾക്കാർ പല സിംറ്റംസ് ആയിട്ട് ഇന്ന് വരും. ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ജീവിതശൈലി പലതും പല രീതിയിലാണ് പോകുന്നത്. പണ്ടൊരു 20 കൊല്ലം മുമ്പ് നടക്കുന്ന പോലെ അല്ല ഇന്നുള്ളത്. പല ഫുഡും പല കെമിക്കൽസും പല നമ്മുടെ എൻവയറമെൻറ്റ് എല്ലാം ഇതിലൊരു ഭാഗമാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് ടൈപ്പ് സിംറ്റമായിട്ട് ആരാ വരാൻ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു എരിച്ചിൽ പോലെ വരുവാണെങ്കിൽ നമ്മളെന്താ നോർമലി ഒരു ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിച്ചിട്ട് നമ്മളിരിക്കും. നമ്മുടെ വീട്ടിലിപ്പോൾ വാപ്പ ആരാണെങ്കിൽ കുറച്ച് വാശിയുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തായാലും ആശുപത്രിയിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ആ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഒന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്റർ, അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻ്ററിൽ പോവുക. ഇതുപോലെ എരിച്ചിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ തോന്നുക, എന്തോ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് വേർക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു ക്ഷീണം വരുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ ഒരു ECG ഒന്ന് പോയി ചെയ്യുക. ECG എനിക്ക് ഒരു 150-300 രൂപയൊന്നും ആവത്തുള്ളൂ. ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയി ECG നോക്കുക. അവിടുത്തെ ടെക്നീഷ്യൻ എന്നെ കണ്ടറിയാം ഒന്നുകിൽ നോർമലാണോ അല്ലെങ്കിൽ അബ്നോർമലാണോ എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വരിക, അത് കാണിക്കുക. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യാന്ന് പറയാൻ പറ്റും. ഈ അടുത്ത് തന്നെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ രാവിലെ 10 മണി തൊട്ട് എന്തോ ഛർദിൽ വന്ന് നമ്മൾ ബാക്കി ഒരു 5 മണി വരെ അവർ വൈകുന്നേരം വരെ വീട്ടിൽ ഛർദിച്ചുകൊണ്ടിരിക്കുക. ആ 5 മണിക്ക് ശേഷമാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അത് ഛർദിലാണ്, അത്ര വലിയ കാര്യമുള്ള കാര്യങ്ങൾ, ഒരു മരുന്ന് കഴിക്കുക, ആ പോകും. പക്ഷേ ഇവർ വന്നു, നമ്മൾ റൂട്ടീനായിട്ട് ടെസ്റ്റ് എല്ലാം ചെയ്തു. ആ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ECG എടുക്കും. ആ റൂട്ടീൻ നമ്മുടെ ടെസ്റ്റാണ് ECG എടുക്കും. ആ ECGയിൽ ഒരു ചെറിയൊരു ഹാർട്ട് ബ്ലോക്ക് പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് വോമിറ്റിംഗ് ആണ്. ഈ വോമിറ്റിങ്ങിൽ ഇതിന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ റൂട്ടീനായിട്ടാണ് നമ്മൾ ECG എടുക്കുന്നത്. പക്ഷേ പുള്ളിക്കാർക്ക് ഒരു ചെറിയ ഹാർട്ട് ബ്ലോക്ക് പോലെ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങളെല്ലാവരും ന്യൂസിൽ കാണുന്നുണ്ടാവും 30 വയസ്സുള്ള ആൾ വെറുതെ നടന്നു പോകുമ്പോൾ ഈ ജിമ്മിൽ എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഒരു 15 വയസ്സുകാരനെ ഞാൻ കേട്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നടത്തുന്നതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തു പറയുന്നത്. ഒന്ന് പോയി ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയി ഒരു ECG എടുത്താൽ അത് നമുക്കൊരു സമാധാനമാണ്, നമ്മുടെ വീട്ടുകാർക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഓക്കെ, ആൻഡ് പിന്നുള്ളത് അപ്പോൾ ഇതിലിപ്പം മെയിനായിട്ട് നമ്മൾ ലോ ബ്ലഡ് പ്രഷർ വരുമ്പോഴാണെങ്കിൽ ഒരു ഡിസിനസ് ഉണ്ടാവും, ഒരു പെയിൻറ്റിങ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്കെല്ലാം ഈ മെഷീൻസ് കാണുന്നത് ഗ്ലൂക്കോമീറ്റർ ഉണ്ടാകുമല്ലോ. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നേരെ BP നോക്കുക. BP നോക്കിയിട്ട് കുറവാണെങ്കിൽ നാരങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു സിംറ്റംസ് ഉണ്ടാകും. നമ്മൾ കാണുമ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, ഷുഗർ കുറഞ്ഞതല്ല, അല്ലെങ്കിൽ BP കുറഞ്ഞതല്ല, വേറെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള രീതി നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സാണ് നമ്മുടെ ഒരു സമാധാനമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് പിന്നുള്ളത് സ്ട്രോക്ക് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിട്ടില്ല, എല്ലാവരും അത്യാവശ്യം എല്ലാം കേൾക്കുന്ന കാര്യമാണ് സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളിപ്പം എന്താ ചെയ്യേണ്ടത്, സ്ട്രോക്കിൽ എന്താ ചെയ്യാൻ പറ്റും. സ്ട്രോക്ക് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നമ്മുടെ ബ്രെയിനിലേക്കുള്ള സപ്ലൈ കുറഞ്ഞിട്ട് ഓക്സിജൻ കുറഞ്ഞു, പിന്നെ
കോമ, പാരലിസിസ്, ഡെത്ത്. ഈ ഒരു രീതിയാണ് സ്ട്രോക്ക്. ആ സിംറ്റംസ് കണ്ട ആ ഒരു സമയം തൊട്ട് അടുത്ത 4.5 മണിക്കൂർ ഗോൾഡൻ പീരീഡാണ്. ഓക്കെ, 4.5 hours ആണ് ഗോൾഡൻ പീരീഡ്. ഈ 4.5 മണിക്കൂറിൽ നമ്മൾ പേഷ്യൻ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് നമ്മളെങ്ങനെ കാണാമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ഒരു 5-6 സിംറ്റംസ് ഉണ്ട്. ഇതിൽ ഏത് സിംറ്റം പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഒരു സിംറ്റം ആവാം, ചിലപ്പോൾ 2 ആവാം. അപ്പോൾ ഇതിൽ ഏതിലാണ് നമുക്ക് അറിയത്തില്ല. പെട്ടെന്ന് നമ്മുടെ ഒരു വീട്ടിലൊരു പ്രായമുള്ള ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ കൈക്ക് പെട്ടെന്ന് ഒരു ബലം കുറവ്, പെട്ടെന്നൊരു ബലം കുറവ്, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരു കുറവ് പോലെ. അപ്പം നമ്മൾ വിചാരിക്കുക പെട്ടെന്ന് എന്താ ചിലപ്പോൾ എഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നിയതാവാം. ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ കുറച്ച് നേരമായിട്ട് പുള്ളിക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കൈക്ക് എന്തോ. ഇത് ചില ആൾക്കാർ പറയത്തുമില്ല, അവർ പറയാതിരിക്കുക. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതല്ല ഒരു പ്രതീക്ഷ ഇതിൽ നിന്നിട്ട് അവർ പറയാതിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. നമുക്ക് കൈക്ക് പെട്ടെന്ന് ഒരു ഈ സൈഡിലേക്ക് ഒരു പെട്ടെന്നൊരു ആവശ്യത ആൾക്ക്. ഓക്കെ, ഈ സിംറ്റംസ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ ബി ഫാസ്റ്റ്. ആ ഫസ്റ്റ് വരുന്ന ബി ഈസ് ഫോർ ബാലൻസ്. ഒരാളുടെ ബാലൻസ് തെറ്റി വീണതാവാം. പുള്ളിക്കാരൻ പറയും ഞാൻ എന്തോ ചുമ്മാ തട്ടിപ്പാണ് അറിയാതെ വീണാണ്. പക്ഷെ പുള്ളിക്കാരൻ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീണതാവാം. നമ്മളപ്പോൾ അത് നോക്കേണ്ടത് നമ്മൾ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നു ആളുടെ ബാലൻസിൽ എന്തോ ഒരു ഇതുണ്ട്. ഓക്കെ, ആൻഡ് അപ്പോൾ അതൊരു സിംറ്റമാണ്. ആ ഒരു സിംറ്റത്തിൽ നമ്മുടെ സമയത്ത് നമ്മൾ ആളെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൊണ്ടുപോയി ഒന്ന് കാണിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു സിംറ്റമും ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല എന്തിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇത് എന്തിലേക്കാണ് ഈ സിംറ്റംസ് എല്ലാം ലീഡ് ചെയ്യുന്നത് നമുക്ക് പറയാം. അതാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. ഇത് കൊണ്ടുപോയി കാണിച്ചാൽ കുറച്ച് ക്യാഷ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും, എന്നാലും ഒരു നമ്മൾ സമാധാനമാണ്. ഓക്കെ, അടുത്ത ഐസ്, കണ്ണിൻ്റെ ലോസ് ഓഫ് വിഷൻ, ഒരു മങ്ങൽ, നമ്മുടെ വിഷന് ഒരു മങ്ങലുണ്ട്. ഓക്കെ, അടുത്തത് എഫ് ഇസ് ഫോർ ഫേഷ്യൽ ഡീവിയേഷൻ, ഫേഷ്യൽ സൈൻസ്. നമ്മുടെ ഈ ചുണ്ടിൻ്റെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ താഴ്ന്നു പോയി കിടക്കും. ഓക്കെ, നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ നമുക്കത് ഓർത്തിരിക്കുന്നത് അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. നേരെ ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോകും. ഓക്കെ, അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് ആ ഒരു ഫേഷ്യൽ ഡീവിയേഷൻ. അത് ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ആക്കും. ഈ ഒരു ഫുൾ കണ്ണ് ഈ ഒരു പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ആളുടെ ഭയങ്കരമായിട്ട് കോളേജിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് എഫ്, ഫേഷ്യൽ ഡീവിയേഷൻ. എ എന്ന് പറയുന്നത് ആമിൻ്റെ നർനെസ്. ഓക്കെ, ആംസിൻ്റെ വീക്ക്നെസ്, ആമിൻ്റെ നമ്മുടെ ഒരു കളർച്ച, നമ്മുടെ ഒരു കയ്യിൻ്റെ കളർച്ചാണ്. ആ ഒരു കളർച്ചിനാണ് നമ്മൾ ആംസിന് പറയുന്നത്. ഓക്കെ, പിന്നെ എസ് ഇസ് ഫോർ സ്പീച്ച്, സംസാരിക്കുന്നത് പെട്ടെന്ന് ഒരാളുടെ നമ്മൾ നാക്ക് പുറത്തേക്ക് ഇടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആളുടെ നാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അവർ സംസാരിക്കുന്ന ഒരു കുഴച്ചിൽ വരും. ഓക്കെ, അതാണ് എസ്. ഈ ഒരു 5 സിംറ്റംസാണ് ഞാൻ പറഞ്ഞത്. ടി ഈസ് ഫോർ ടൈം. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞത് ഗോൾഡൻ അവർ 4.5 മണിക്കൂർ. ഈ 4.5 മണിക്കൂർ ഈ സിംറ്റം നമ്മൾ കണ്ടുകഴിഞ്ഞ് 4.5 മണിക്കൂറിൽ നമ്മൾ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാണെങ്കിൽ പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. 5 സിംറ്റവും അവസാനത്തെ ആ ടൈമിലാണ് കാര്യം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ആദ്യം തന്നെ കണ്ടത് ബാലൻസ് എന്ന് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയി ആളെ ഇരുത്തുന്നു, ഒന്ന് സമാധാനിപ്പിച്ച് വെള്ളമെല്ലാം കൊടുത്ത്. ഓക്കെ, പക്ഷെ പിന്നെ പുള്ളിക്കാരൻ പറയാം ഞാൻ ഒന്ന് കിടന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് പോയി കിടക്കും. നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആവുന്നു. ഓക്കെ, നമ്മളപ്പോൾ പേഷ്യൻ്റ് പിന്നെ വരുന്നത് ചിലപ്പം 4-8 മണിക്കൂറിന് ശേഷമായിരിക്കും. ഇതിങ്ങനെ ഒരു രാവിലെ ആയപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വീഴ്ച പോലും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പോയി കിടന്നതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര ആവശ്യം, ഭയങ്കര വീക്ക്നെസ് ഈ ഒരു സൈഡിലേക്കല്ലേ ഇത്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് എത്ര മണിക്കാണ് സംഭവിച്ചത്? സാർ രാവിലെയാണ് സംഭവിച്ചത്, 8 മണിക്കൂറുണ്ട്. അപ്പോഴേ നമ്മുടെ ആ ചാൻസസ് അവിടെ ആൾ രക്ഷപ്പെടുത്താനുള്ള നമ്മുടെ ചാൻസാണ് നമുക്ക് പോകുന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് വന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ നമുക്ക് രക്ഷപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ 4.5 മണിക്കൂറിന് കൊണ്ടുവരുമ്പോൾ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ടൈം ഈ ഫാസ്റ്റിൽ വരെ നമ്മൾ ടീന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 മണിക്കൂർ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ഈ കൈക്ക് ബലത്തെ എന്ന് പറയുന്നത് അത് എങ്ങനെ പ്രകടിപ്പിക്കുക? എങ്ങനെ ആൾക്കൊരു വീക്ക്നെസ് ഉണ്ട് നമ്മുടെ കൈ ഇങ്ങനെ
മരണം നിൽക്കുകയാണെങ്കിൽ ആളുടെ അടുത്ത് കൈ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് പൊക്കുന്നുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയും, സംസാരിക്കുമായിരിക്കും. ആളുടെ അടുത്ത് കൈ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറയും, പക്ഷെ ആളുടെ കൈ പൊങ്ങില്ല. കാല് പൊക്കാൻ പറഞ്ഞാലും ആളില്ല. അപ്പം കൈയും കാലും ഒരു സൈഡായിരിക്കും ആൾക്ക് തളർന്നു പോകുന്നത്. ഇപ്പൊ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ കാലും കൈയും അനങ്ങില്ല. നമ്മൾ കൈ പൊക്കാൻ പറഞ്ഞാലും കാല് പൊക്കാൻ പറഞ്ഞാലും അവരാന്ന് പറയും, അവര് പൊക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കാല് പൊങ്ങില്ല. അങ്ങനെ തന്നെ താങ്ങുകയാണ്. ഈ 4.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്തിട്ട് ഈ ഉണ്ടാകുന്ന ഈ സ്ട്രോക്കിന്റെ ഈ ബ്ലീഡ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിലാണ് നമ്മളത് സർജറി പോലെ അല്ലാതെ വലിയ ബ്ലീഡായിട്ട് പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ടൈം അവേഴ്സ് നോക്കിയിട്ട് നേരത്തെ കൊണ്ടുവരാൻ പറയുന്നത്. കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. CPR കൊടുത്തിട്ട് വരുന്ന പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ 60% സർവൈവൽ. CPR കൊടുത്തിട്ടാണ് ആളെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. 60% സർവൈവൽ. പക്ഷെ അതേ സമയത്ത് CPR കൊടുക്കാതെ വരുന്ന ഒരാളാണെങ്കിൽ 10%. ഓക്കെ, ഇതിൽ വെറും 10%. ആ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടേക്കണം. ആ CPR എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്നൊരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത നമ്മുടെ ഈ പിള്ളേരുടെയും ഇതിൻ്റെയും CPR ഹാൻഡ്സ് ആണ് കാണിച്ചത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതൊന്നുമില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട് നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത്ര നല്ലതായിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ നേരത്തെ അതിൻ്റെ സ്റ്റെപ്പ് മാത്രമല്ലേ പറഞ്ഞത്, അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ആളുടെ സേഫ്റ്റി നോക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റോഡ് സൈഡിൽ പോകുന്ന ഒരു സൈക്കിളിൽ പോകുന്ന ആളാണ് നിലത്ത് വീണിരുന്നെങ്കിൽ ആൾ ഏകദേശം എന്താണെങ്കിലും റോഡിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിരിക്കും വീഴുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ സൈഡിലേക്ക് വീഴുന്ന ആളുമായിരിക്കാം, ചിലപ്പോൾ സെൻറ്ററിലേക്ക് വീഴുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തിനെ നമ്മൾ ആ സൈക്കിളിൽ നിന്ന് മാറ്റിയിട്ട് ആ സെൻറ്ററിൽ ഇട്ട് ആളുടെ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, ബാക്കി വരുന്ന വണ്ടി ആളെയും തട്ടും നമ്മളെയും തട്ടും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ തന്നെയാണ്. ഇപ്പം ഷോക്ക് അടിച്ച് കിടക്കുന്ന ആളെ പോയി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും, നമ്മളും പോകും ആളും പോകും. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും സേഫ്റ്റി, ആളുടെ സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി. ഇപ്പോൾ റോഡിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആളെ ഒരു സൈഡിലേക്ക്, റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി കിടത്തുക. ഷോക്ക് അടിച്ച ആളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അല്ല മെയിൻ സ്വിച്ച് പോയി ഓഫ് ആക്കിയിട്ട് ആളെ നിലത്തേക്ക് വിടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി കഷ്ണം വെച്ച് ആളെ അടിച്ചിടുമോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ആളെ പ്ലെയിൻ ആയ ഒരു സർഫസിലേക്ക് മാറ്റിക്കിടത്തിയിട്ട് ആളുടെ റെസ്പോൺസ് നോക്കണം. വലിയവരുടെ നമ്മൾ റെസ്പോൺസ് നോക്കുന്നത് അവരുടെ ഷോൾഡറിലാണ്. ഈ ഭാഗം കണ്ടോ, ഈ 2 ഷോൾഡറിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ എത്ര ശക്തിയിൽ അടിച്ചെന്ന് പറഞ്ഞാലും ആൾക്കൊന്നും പറ്റില്ല. ഇപ്പം നമ്മൾ നോർമലി ഒരാളുടെ കൈക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആളുടെ കൈ ഒടിയാനോ ചെറുതായിട്ടൊരു ഇത് വരാനോ നീര് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും നമ്മുടെ കൈ ഒടിയും. അപ്പം നമ്മൾ കയ്യിലടിക്കുന്നതും ഫേസിലടിക്കും. ഇപ്പോൾ ഫേസിലാണെങ്കിൽ നമുക്ക് കുറേ മസിൽസ് ഉണ്ട്. നമ്മൾ ഫേസിലടിച്ചാലും ഫേസിൽ പാട് വരും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഷോൾഡറിൽ എത്ര പെയിൻ കൊടുത്താലും ആൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ആളുടെ ഷോൾഡറിൽ നമ്മൾ നല്ല പെയിൻ കൊടുക്കുക. കണ്ടിട്ടില്ലേ, ഒന്ന് തല ഇറങ്ങി വീണ ആളിൽ നമ്മളൊന്ന് ജസ്റ്റ് പിച്ചോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളൊന്ന് അനങ്ങും. ബോധം ഉണ്ടാവില്ല ആൾക്ക്, പക്ഷെ നമ്മൾ പെയിൻ സിമുലേഷൻ കൊടുക്കുമ്പോൾ ആൾ അനങ്ങും. അതേപോലെ ആളുടെ ഷോൾഡറിൽ നല്ല ശക്തിയിൽ ജസ്റ്റ് ചുമ്മാ പോയി തട്ടിക്കഴിഞ്ഞാൽ ആൾ അറിയില്ല. നല്ല ശക്തിയിൽ ആളുടെ ഷോൾഡറിൽ അടിക്കുക. ഈ കൂടെ തന്നെ ചേട്ടാന്നോ ചേച്ചിന്നോ നമുക്ക് ആരാന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ചേട്ടാന്നോ ചേച്ചിന്നോ വിളിക്കുമ്പോൾ നമ്മൾ ആ സൗണ്ടിന് ആൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തിരിക്കും. ആളത് കേൾക്കുന്നുണ്ടെങ്കിൽ ആൾ അനങ്ങും. അപ്പം നമ്മളാ കൂടെ ചേട്ടാന്നോ ചേച്ചിന്നോ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് പെയിൻ സിമുലേഷൻ കൊടുക്കുക. ആൾ ഈ പെയിൻ കൊടുത്തിട്ട് അനങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ അർത്ഥം ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ആൾ അനങ്ങുന്നില്ല, ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൾസ്. അല്ല, ആൾ അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹെൽപ്പ്, കോൾ ഫോർ ഹെൽപ്പ്. ആരെങ്കിലും വിളിക്കുക. കാരണം ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പിൽ ചിലപ്പോൾ ആൾക്ക് പൾസ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പൾസ് ഉണ്ടാവും, ചിലപ്പോൾ പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇയാളെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ഇതിലിങ്ങനെ ഒരു പ്രഷർ നമ്മൾ 30 പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. കാരണം നമ്മുടെ ബോഡി പ്രഷറാണ് നമ്മൾ ആളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷീണിക്കും. ഒരു 2 or 3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും. ചിലപ്പോൾ ആംബുലൻസ് വരാൻ ഒരു 15 മിനിറ്റ് എടുക്കും. ആ 15 മിനിറ്റ് നമുക്കിത് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരാൾക്ക്. ഓപ്പോസിറ്റ് ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് 2 സൈക്കിൾ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ആൾ കൊടുക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടും. പിന്നെ ആൾ ക്ഷീണിക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ മാറി ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ കോൾ ഫോർ ഹെൽപ്പ് വിളിക്കുക. ഹെൽപ്പ് വിളിക്കുന്ന ആളുടെ അടുത്ത് ഒരു ആംബുലൻസ് വിളിക്കാനും കൂടി പറയാം. എന്താ, ആളെ നമ്മൾ CPR കൊടുത്ത് രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ പൾസ് കിട്ടിക്കഴിഞ്ഞാൽ ആംബുലൻസ് കയറ്റിവിടാം. ഇനി പൾസ് കിട്ടിയില്ലെങ്കിലും ആംബുലൻസ് വരുന്നവരെ നമ്മൾ CPR കൊടുക്കാം. ആംബുലൻസ് വരുമ്പം ആംബുലൻസിലെ സ്റ്റാഫിന് CPR ഹാൻഡ് ഓവർ കൊടുക്കാം. ബാക്കി അവർ നോക്കിക്കോളും. ആംബുലൻസിലെ സ്റ്റാഫ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ ആദ്യം റെസ്പോൺസ് നോക്കി റെസ്പോൺസ്
പൾസ് ഇല്ല, കോൾ ഫോർ ഹെൽപ്പ് വിളിച്ചു, ആളുടെ അടുത്ത് ആംബുലൻസ് വിളിക്കാൻ പറയുക, എന്നിട്ട് റിട്ടേൺ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരാൻ പറയാം. നമുക്ക് ഹെൽപ്പിന് ആളെ വേണം, അപ്പോൾ ആളുടെ അടുത്ത് തിരിച്ചു വരാൻ പറയുക. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നേരെ പൾസ്, നമ്മൾ സെൻട്രൽ പൾസ് നോക്കില്ല, ഇവിടെ പൾസ് നോക്കുന്ന പോലെ ഏത് സൈഡാണോ നിൽക്കുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ആൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഈ കൈ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ വളഞ്ഞു പോയി മൂക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഞാൻ പോയിട്ട് ഇങ്ങനെ നിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കൈ ഇവിടെ നമുക്കൊരു ബാധ്യത അല്ലേ. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ നോക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യും. ഇപ്പം എനിക്ക് ഒരു തടസ്സവും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ പൾസ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞിട്ട് ആൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക, പൾസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക, ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. പൾസും കിട്ടുന്നില്ല, ആൾ ബ്രീത്ത് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. പൾസ് ഉണ്ടെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കിടത്തുക, എന്നിട്ട് ആളെ ഒന്ന് ജസ്റ്റ് തട്ടി നോക്കിയാൽ മതി. പൾസ് നമുക്ക് കിട്ടുന്നില്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ CPR സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏത് സിറ്റുവേഷനിൽ, ഇപ്പോൾ ആൾ തല കറങ്ങി വീണതായിക്കോട്ടെ, ഷോക്ക് അടിച്ച് വീണതായിക്കോട്ടെ, ഈവൻ എന്ത് സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആൾ അനങ്ങാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് തട്ടുക. ആൾ അനങ്ങുന്നില്ലെങ്കിൽ പൾസ് നോക്കുക, പൾസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ CPR കൊടുക്കുക. ഇതാണ്. പൾസ് ഇല്ല എങ്കിൽ നമുക്ക് CPR കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് പൾസ് നോക്കി ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ ആൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ നോക്കി, ആൾ ബ്രീത്ത് എടുക്കുന്നില്ല, പൾസ് കിട്ടിയില്ല, അപ്പം തന്നെ ഞാൻ CPR സ്റ്റാർട്ട് ചെയ്യും. CPR സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പൊസിഷൻ. ഈ രണ്ട് നിപ്പിളുടെയും സെൻറ്ററിൽ വരുന്ന, നമ്മുടെ ഇവിടെ ഒരു വാലിൽ കണ്ടിട്ടില്ല, ഈ വാലിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ CPR കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ ഈ വാലിൽ പൊട്ടി നമ്മുടെ ഹാർട്ടിന് ഇഞ്ചറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കും. നല്ല രീതിയിൽ 30 പ്രാവശ്യം പ്രഷർ കൊടുക്കണം. രണ്ട് നിപ്പിളുടെയും സെൻറ്ററിലായിട്ട് ആണ് നമ്മൾ പൊസിഷൻ വെക്കാൻ പോകുന്നത്. പൊസിഷൻ വെക്കുമ്പോൾ ഡോമിനൻറ്റ് ഹാൻഡ് ഏത് ഹാൻഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ചിലർ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരുണ്ട്, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഏത് ഹാൻഡാണോ യൂസ് ചെയ്യുന്നത് ആ ഹാൻഡിൽ മറ്റേ കൈ ലോക്ക് ചെയ്യാം. ഇങ്ങനെ ലോക്ക് ചെയ്യണം. ഇങ്ങനെ ആരും ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, നമ്മൾ ഇപ്പോഴേക്ക് പ്രഷറാണ് കൊടുക്കാൻ പോകുന്നത്. ഈ പ്രഷറിൽ നമ്മുടെ ഇവിടെയും വേദന എടുക്കും, ഇവിടെയും വേദന എടുക്കും. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ പ്രഷർ എടുക്കും, നമ്മുടെ രണ്ട് കൈയും വേദന എടുക്കും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രഷറിൽ ഞാൻ ആദ്യത്തെ സൈക്കിൾ കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ പെയിൻ എടുക്കും ഇല്ലേ. അപ്പം നമുക്ക് അപ്പുറത്തെ കൈയിലോട്ട് ആക്കിക്കൂടെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ കുറച്ച് റിലാക്സ് കിട്ടും. നമുക്ക് തിരിച്ചും മാറ്റി പിടിച്ചും ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി രണ്ട് കൈ വേദനിച്ച് കഴിഞ്ഞാൽ അടുത്ത സൈക്കിളിൽ ചിലപ്പോൾ നമ്മൾ കൈ വേദനിക്കുമ്പോൾ നമ്മൾ CPR കൊടുക്കാനുള്ള ആ ഇതും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് രണ്ടിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ്, നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് ആളുടെ മേളിൽ വരണം. നേരെ മേളിൽ വന്നിട്ട് ഈ രണ്ട് എൽബോ ഇല്ലേ, ഈ കൈ രണ്ടും മടങ്ങാൻ പാടില്ല. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഫുൾ ബോഡി വെയിറ്റ് വന്നിട്ട് നമ്മളെ ബോഡി വെയിറ്റ് ആണ് ആളിലേക്ക് പ്രഷർ കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ പൊസിഷൻ വെച്ചിട്ട് 1 2 3 4 ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ കൈമുട്ട് രണ്ടും മടങ്ങാൻ പാടില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം പ്രഷർ കൊടുക്കാനായിട്ട്. പ്രഷർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് CPR കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അകത്തേക്ക് മാറിയോ ഇങ്ങനെ ഒരു സൈഡിൽ നിന്നോ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. എപ്പോഴും ആളെങ്ങനെയാണോ കിടക്കുന്നത് അതിൻ്റെ നേരെ അടുത്ത് നമ്മൾ വന്ന് പൊസിഷനിൽ കൈ വയ്ക്കുന്നു. നേരെ കൈ രണ്ട് മുട്ടും അനങ്ങാതെ സ്ട്രെയിറ്റ് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 പിന്നെ 30 പ്രാവശ്യം. 30 പ്രാവശ്യം CPR കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കണം. നമ്മൾ ശ്വാസം എടുത്തിട്ട് ബ്രീത്ത് കൊടുക്കും. ബ്രീത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആളുടെ ഹെഡ് ഒന്ന് പതുക്കെ അപ്പ് ചെയ്യാം. കിടക്കുമ്പോൾ നമ്മുടെയൊക്കെ ഇവിടുത്തെ എയർവേ ക്ലോസ് ആയിരിക്കും. നമ്മൾ കൂർക്ക വലിക്കുന്നത് കണ്ടിട്ടില്ല, എപ്പോഴും നമ്മൾ കൂർക്ക വലിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ എയർവേ ക്ലോസ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ആ സൗണ്ട് വരുന്നത്. അപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഡയറക്റ്റ് CPR കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ ബാക്ക് വരും. നമ്മൾ കൊടുത്തിട്ട് പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ എയർവേ ഓപ്പൺ ആക്കുക എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 30 പ്രാവശ്യം കഴിയുമ്പോൾ നേരെ ആളുടെ ഒരു കൈ ഉപയോഗിച്ച് തലയൊന്ന് അപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ എയർവേ ഓപ്പൺ ആകും. ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ ശ്വാസം കൊടുത്താലും ആളുടെ ഇതിലേക്ക് ശ്വാസം പൊയ്ക്കോളും. എന്നിട്ട് ഈ നമ്മുടെ ഇപ്പുറത്തെ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് മൗത്ത് വെച്ചിട്ട് 2 പ്രാവശ്യം കൊടുക്കുക. കാരണം 2 പ്രാവശ്യം നേരെ മൗത്തിലേക്ക് വെച്ചിട്ട് 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കുക. നേരെ CPR. പിന്നെ 30 പ്രാവശ്യം 2 പ്രാവശ്യം ബ്രീത്ത്, 30 പ്രാവശ്യം CPR, 2 പ്രാവശ്യം ബ്രീത്ത്. ഇത് എപ്പോഴാണ് നിർത്തുക? 2 മിനിറ്റ് കൂടുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആളുടെ പൾസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം പൾസ് വന്ന വ്യക്തിക്ക് പിന്നെ നമ്മൾ CPR കൊടുത്തോണ്ടിരിക്കില്ലല്ലോ. അപ്പം ഒന്ന് ചെക്ക് ചെയ്യുക, പൾസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക. പൾസ് ഉണ്ടെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കിടത്തുക. അടുത്ത ആംബുലൻസ് പെട്ടെന്ന് വരാൻ പറയുക, ആളെ കയറ്റുക. പക്ഷേ ഈ ആംബുലൻസ് വരാൻ ഡിലേ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ 2 മിനിറ്റോ അല്ല ഒരു
2 മിനിറ്റോ 1 മിനിറ്റോ കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് പൾസ് ചെക്ക് ചെയ്യുക. കാരണം ഏത് സമയവും പൾസ് വന്ന ആൾ ചിലപ്പോൾ പിന്നെയും അറസ്റ്റിൽ പോകാം. ആൾക്ക് പൾസ് ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷനിലേക്ക് പിന്നെയും പോകാം. അപ്പം ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുമ്പോൾ ഒന്ന് പൾസ് ചെക്ക് ചെയ്യാം. ഇപ്പോഴും പൾസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. കാരണം ഇതിനിടയ്ക്ക് ആൾ പൾസ് നിൽക്കുമ്പോൾ പറഞ്ഞ് നമ്മൾ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ പിന്നെ അറസ്റ്റിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ബ്രീത്ത്, 30 പ്രാവശ്യം കംപ്രഷൻ, 2 പ്രാവശ്യം ബ്രീത്ത്, 30 പ്രാവശ്യം കംപ്രഷൻ, ഇങ്ങനെയാണ് സൈക്കിൾ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേഷ്യൻറ്റ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതനുസരിച്ച് ബെഡിൽ കംപ്രഷൻ ചെന്നിട്ട് പേഷ്യൻറ്റ് നമ്മുടെ ഒപ്പം ചിലപ്പം പൊങ്ങി വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ കറക്റ്റായിട്ട് ആൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്ലെയിൻ സർഫസിൽ താഴെ ഇറക്കി കിടത്തണം എന്ന് പറയുന്നത്. താഴെ ആകുമ്പോൾ നമ്മുടെ കംപ്രഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നിലത്തിറക്കി കിടത്തിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമ്മൾ കട്ടിലായിട്ടാണ്, ഇങ്ങനെ ഒരു കട്ടിലാണ് കിടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം ഞാൻ കൊടുത്താലും ആൾ റിട്ടേൺ ബാക്ക് വരുന്നില്ല, എൻ്റെ കറക്റ്റ് കംപ്രഷൻ ആൾക്ക് ചെല്ലും. നേരെ മറിച്ച് ബൗൺസിങ് പോലത്തെ ബെഡോ അങ്ങനത്തെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആളെ ജസ്റ്റ് ഒന്ന് നിലത്തെടുത്ത് കിടത്തുക. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് അങ്ങനത്തെ ബെഡാണ് നമുക്ക് ഹോസ്പിറ്റലിൽ, പക്ഷെ നമുക്ക് അവിടെ ഒരു ഇതുണ്ട്, ഒരു സ്പൈൻ ബോർഡിൻ്റെ ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ഒരു ബോർഡ് CPR കൊടുക്കുന്നതിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് നമ്മൾ ആ ബോർഡ് വെക്കും. ബോർഡ് വെച്ചിട്ട് ആളെ അതിലേക്ക് കിടത്തിയിട്ടാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ട് വരത്തില്ല. കൂടുതലും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ നിലത്തൊന്ന് പ്ലെയിനിലായിട്ടുള്ള നിലത്ത് എവിടെയെങ്കിലും ആളെ ഒന്ന് കിടത്തിയിട്ട് CPR കൊടുക്കുന്നതാണ് നല്ലത്. നിലത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടുകുത്തി നിൽക്കുക. മുട്ടുകുത്തി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് കിടത്തിയിട്ട് ഇതുണ്ടോ 2 നിപ്പിളിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 28 29 30. 30 പ്രാവശ്യം കൊടുക്കുന്നു. നേരെ ഹെഡ് ഒന്ന് അപ്പ് ചെയ്തിട്ട് 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കുന്നു. നേരെ CPR ചാടി. ഇതായിരിക്കും നമുക്ക് പറ്റും. ഇതിപ്പം ഞാൻ കംഫർട്ടാണ്. എനിക്ക് എൻ്റെ കറക്റ്റ് ഇതുണ്ടോ പൊസിഷൻ കറക്റ്റായി, എൻ്റെ കൈ മടങ്ങുന്നില്ല, എൻ്റെ ഫുൾ ബോഡി വെയിറ്റ് മേളിൽ വന്നു. ഇപ്പം എൻ്റെ ഈ CPR കറക്റ്റ് ആവും. ബെഡിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് വരും. നോക്കുന്നതും പൾസ് നോക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടീനെ നമുക്ക് എന്നിട്ട് അവരുടെ ഷോൾഡറിൽ അടിക്കാൻ പറ്റുമോ? കുഞ്ഞു കൊച്ച അവരത് എത്ര പെട്ടെന്ന് വേണേലും ഒടിഞ്ഞു പോകും. അപ്പോൾ അവരെ അങ്ങനെ അടിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ കേസിൽ നമ്മൾ റെസ്പോൺസ് നോക്കുന്നത് അവരുടെ കാലിലാണ്. കണ്ടോ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പെയിൻ കൊടുക്കുക. പെയിൻ കൊടുക്കുമ്പോൾ കുട്ടി കരയും. കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയാൽ പോലും കുട്ടി കരയും. അപ്പം അനങ്ങാണ്ട് കിടക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാലിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി നോക്കുക, പെയിൻ കൊടുക്കുക. കുട്ടി അനങ്ങുന്നില്ല, പെയിൻ കൊടുത്തിട്ടും കുട്ടി കരയുന്നില്ല എന്നുണ്ടെങ്കിൽ പൾസ്, കുട്ടികളുടെ പൾസ് എവിടെയാണ് നമ്മൾ നോക്കുക? അഡൽറ്റിന്റെ നമ്മൾ എവിടെയാണ് നോക്കുക? കഴുത്തിൽ നോക്കും. കുട്ടികളുടെ കഴുത്തിൽ നോക്കാൻ പറ്റുമോ? കാരണം അവരുടെ കുഞ്ഞു കഴുത്താ. ഇതിൽ നമ്മൾ കൈ വെച്ച് പൾസ് നോക്കി വരുമ്പോൾ തന്നെ 1 മിനിറ്റ് കൂടുതൽ എടുക്കും. നമുക്ക് അത്രയും സമയം പറ്റുമോ? ഇല്ലല്ലോ. വിത്തിൻ സെക്കൻഡിൽ നമുക്ക് പൾസ് നോക്കണം, കൺഫേം ചെയ്യണം, CPR കൊടുക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പൾസ് കൊടുക്കുന്നത് ഇവരുടെ ഈ കൈമടക്കില്ലേ, ഈ കൈമടക്കിൻ്റെ ഇവിടെ ആയിട്ടാണ്. നമ്മുടെ ഈ കൈമടക്കിൻ്റെ ഇവിടെ ആയിട്ടാണ് കുട്ടികളുടെ പൾസ് നോക്കുക. കുട്ടികളുടെ പൾസ് ഇവിടെ കൈ വെച്ചിട്ട് പൾസ് നോക്കുക, പൾസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക, റെസ്പോൺസ് നോക്കുക, പൾസ് കിട്ടിയില്ല, റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ CPR കൊടുക്കുക. കുട്ടികൾക്ക് CPR കൊടുക്കുന്നത് നമ്മൾ 2 കൈ വെച്ചിട്ടല്ല, ജസ്റ്റ് നമ്മുടെ ഈ 2 വിരലില്ലേ, ഈ 2 വിരൽ പൊസിഷനൊക്കെ സെയിം തന്നെ. അതേപോലെ നിപ്പിളുടെ നേരെ സെൻട്രലായിട്ട് ഇവിടെ തന്നെ പൊസിഷനൊക്കെ കറക്റ്റാണ്. നമ്മുടെ ഈ 2 വിരൽ നേരെ കൊണ്ടുവന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഉണ്ടോ? 60 ഉണ്ടോ? 50 വരെ 15 പ്രാവശ്യം കൊടുത്തിട്ട് 2 പ്രാവശ്യം ബ്രീത്ത്. കുട്ടികൾക്ക് അഡൽറ്റിനേക്കാൾ നേരെ പകുതി CPR കൊടുക്കുന്നുള്ളൂ. ബ്രീത്ത് ഒക്കെ 2 പ്രാവശ്യം തന്നെ കൊടുക്കണം. 15 പ്രാവശ്യം CPR കൊടുക്കുന്നു, 2 പ്രാവശ്യം ബ്രീത്ത് കൊടുക്കുന്നു, പിന്നെ 15 പ്രാവശ്യം CPR കൊടുക്കുന്നു, ബ്രീത്ത് കൊടുക്കുന്നതിനിടയ്ക്ക് 2 മിനിറ്റ് ആയെന്ന് പറയുമ്പോൾ അവിടെ പൾസ് നോക്കും. കൈ മടക്കിൽ പൾസ് നോക്കുക. പൾസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ CPR. ഇത് ഒരു മെത്തേഡാണ്. പിള്ളേർക്ക് CPR കൊടുക്കുന്നത് ഒരു മെത്തേഡാണ്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 തമ്പ് വിരലില്ലേ, ഈ തമ്പ് വിരല് അവർ നേരെ ചെസ്റ്റിന്റെ സെന്ററിൽ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് കിടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച് ചെയ്തതാ. ഇങ്ങനെ തന്നെ പ്ലെയിൻ സർഫസിൽ കിടത്തുക. 1 2 3 4 5 ഇങ്ങനെ 15 പ്രാവശ്യം, 2 പ്രാവശ്യം ബ്രീത്ത് ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്. മനസ്സിലായോ?
ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക. വലിയവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 വിരൽ ഉപയോഗിച്ച് കൊടുക്കുക. കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ വിരൽ കൊടുക്കുക. ഇനി ഇതിന് ഇച്ചിരി കൂടി പ്രായമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കൈ ഉപയോഗിച്ചിട്ട് 1 2 3 4 5 ഇങ്ങനെ കൊടുക്കുക. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? പോയിട്ട് മിണ്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയാം. അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കുട്ടി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആളത് എങ്ങനെയാണ് നിൽക്കുക. ആള് 2 കൈയും തൊണ്ടയിൽ വെച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കും ഇങ്ങനെ. ഇതിപ്പം ഞാൻ ആളുടെ അടുത്ത് എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പോലും ആൾ മിണ്ടില്ല. എന്താ പറ്റിയേ? ആൾ അനങ്ങില്ല. ഞാൻ എന്ത് ചോദിച്ചാലും ആൾ അനങ്ങില്ല. കാരണം ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫുഡ് കുടുങ്ങിയിട്ട് ആൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആൾ പാനിക്കാണ്. ആൾ പാനിക്കായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ അനങ്ങില്ല. ആൾ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ ഒരു നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ആളുടെ അടുത്ത് 2 കാലും ജസ്റ്റ് ഒന്ന് അകത്തി വെക്കാൻ പറയാം. ജസ്റ്റ് ഒന്ന് അകത്തി വെക്കാൻ പറഞ്ഞിട്ട് ഏത് ഹാൻഡിലാണോ ഏത് കാലാണോ നമുക്ക് ഉപയോഗിക്കാൻ, ഏത് ഹാൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഹാൻഡ് നമ്മുടെ കാല് ഇതിൻ്റെ ഇടയ്ക്കേക്ക് വെക്കുക. അതായത് ആളുടെ അടുത്ത് നേരത്തെ കാല് അകത്തി വെക്കാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇടയ്ക്കേക്ക് നമ്മളൊരു കാല് വെക്കുക. എന്നിട്ട് ആളെ ഇതിലേക്ക് ഹോൾഡ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഇപ്പം ആൾക്ക് ഞാൻ ഈ ചോക്കിങ്ങിൻ്റെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ആള് നേരത്തെ പറഞ്ഞ പോലെ തല കറങ്ങി വീഴുവോ, ഇങ്ങനെ നേരെ ബാക്കിലേക്ക് വീഴുവോ, ഞാൻ ഈ കൊടുക്കുന്ന പ്രഷറുള്ള ആൾ ചിലപ്പോൾ ബാക്കിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വീഴുന്ന ചാൻസ് ഒഴിവാക്കാൻ വേണ്ടി ആളെ എൻ്റെ കാലിൽ എനിക്ക് ഹോൾഡ് ചെയ്ത് ആളെ വീഴാത്ത രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മുടെ കാൽ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കൊടുക്കുന്ന ഈ ഒരു പ്രൊസീജിയറിൽ ആൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബോധം കെട്ടി നിലത്തേക്ക് വീഴാം. ചിലപ്പം നമ്മളൊരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്ക് പൾസ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് ആൾ വീഴാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രൊസീജിയർ കൊടുത്ത് നേരെ ആൾ തലയിറങ്ങി വീണു. അപ്പം നമ്മുടെ സ്റ്റെപ്പ് എന്താ? റെസ്പോൺസ് നോക്കുന്നു, പൾസ് നോക്കുന്നു. പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ CPR. ഇപ്പം മനസ്സിലായോ? ഏത് സിറ്റുവേഷനിൽ നിന്നും ആ സിറ്റുവേഷനിലേക്ക് പോകാം. ഇപ്പം ചോക്കിങ്ങിൻ്റെ സിറ്റുവേഷനിൽ ഞാനിത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആള് ഞാൻ പറഞ്ഞില്ല ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഞാനൊരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ബ്രീത്ത് കിട്ടാതെ ചിലപ്പോൾ ആൾ അറസ്റ്റിലേക്ക് പോകാം. പോയിട്ട് ആൾ നിലത്ത് വീഴാം. വീഴുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്താ? ആളെ പോയി തട്ടുക, പൾസ് ഉണ്ടോ എന്ന് നോക്കുക, ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ CPR. ഇതാണ് മനസ്സിലായോ? ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നത് മനസ്സിലായോ? ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആളുടെ അടുത്ത് 2 കാൽ അകത്ത് വെക്കാൻ പറയുക. എൻ്റെ കാൽ അതിലേക്ക് ഹോൾഡ് ചെയ്യുക. ആളെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ നമ്മുടെ അടിവയറിൽ ഈ വയറില്ലേ, വയറിൻ്റെ ഈ നമ്മൾ നേരത്തെ CPR കൊടുത്തതിൻ്റെ സെൻറ്റർ പൊസിഷനിലായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ പൊസിഷൻ വെച്ചിട്ട് ആളെ ഇങ്ങനെ പൊസിഷൻ വെച്ചിട്ട് അപ്വേർഡ് ബാക്ക്വേർഡ്, അതായത് അകത്തേക്കും പുറത്തേക്കും ആയിട്ട് 5 പ്രാവശ്യം 1 2 3 4 5 ഇങ്ങനെ 5 പ്രാവശ്യം നല്ല പ്രഷറിൽ 1 2 3 4 5 എന്ന് കൊടുക്കാം. ഇത് നോർമലി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്ത് കണ്ടോ? ഇത് നോർമലി നിൽക്കുന്ന വ്യക്തിക്ക് നല്ല പ്രഷറിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ കഴിച്ചത് അതിപ്പോൾ ഛർദ്ദിക്കും. സാധനം ആൾ വോമിറ്റ് ചെയ്യുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം അതിൻ്റെ കൂടെ പോരും. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല പ്രഷറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഛർദ്ദിക്കും. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ വെച്ചിട്ട് 1 2 3 4 5 5 പ്രാവശ്യം കൊടുക്കുക. എന്നിട്ടും ആൾ ഛർദ്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ചെയ്യുക. ഒരു 3-5 പ്രാവശ്യം ആളെന്തായാലും ഛർദ്ദിക്കും. അപ്പോൾ ആൾ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം ഛർദ്ദിക്കും. ഛർദ്ദിച്ച് ചിലപ്പോൾ ആൾ നിലത്തേക്ക് തലയിറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. ആൾ ചിലപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പം നമ്മുടെ മറ്റേ സ്റ്റെപ്പ് തന്നെ CPR കൊടുക്കുന്നത്. എങ്ങനെ? റെസ്പോൺസ് നോക്കുക, പൾസ് നോക്കുക, CPR കൊടുക്കുക. ഇതാണ്. ഈ ആൾക്ക് ചിലപ്പം ചില കേസിൽ ഈ കുടുങ്ങിയിട്ട് ആൾ ചിലപ്പോൾ സംസാരിക്കും. ആളുടെ കുടുങ്ങിയിട്ട് ആൾ ചിലപ്പോൾ ചുമക്കായിരിക്കും. ചുമച്ചിട്ട് ആൾക്ക് ഈ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയെന്ന് പറയും. ചുമക്കുന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചുമക്കരുതെന്ന് നമ്മൾ പറയരുത്. ആളുടെ അടുത്ത് നല്ല ശക്തിയിൽ ഒന്നുകൂടി ചുമക്കാൻ പറയാം. അത്യാവശ്യം വർത്താനം പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആൾക്കത് കളയാൻ എളുപ്പമാണ്. ആളുടെ അടുത്ത് നല്ല രീതിയിൽ ചുമക്കാൻ പറയാം. ചുമയ്ക്കുമ്പോൾ ആ സാധനം ഉള്ളിലുള്ളത് പൊയ്ക്കോളും. ഇപ്പം ഞാൻ ചെന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ എന്തോ കുടുങ്ങി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പോൾ സ്റ്റേബിൾ, ആൾക്ക് കുഴപ്പമില്ല. ആൾക്ക് ശക്തിയിൽ ഒന്നുകൂടി ചുമയ്ക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് പൊയ്ക്കോളും. ഇതാണ് വലിയവർക്ക് ചെയ്യുന്ന മെത്തേഡായത്. ഇപ്പം ഈ പറഞ്ഞത് കുട്ടികളുടെ കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മിക്കവാറും പാല് കുടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷനാണ് കൂടുതൽ വരുന്നത്. പിന്നെ കുറുക്ക് കുടിക്കുന്ന അങ്ങനത്തെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടീനെ ഏത് കയ്യിലാണോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ എളുപ്പം ആ കയ്യിൽ കുട്ടീനെ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്
ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഈ 2 വിരലില്ലേ, ഈ 2 വിരൽ കുട്ടിയുടെ മൗത്ത് ഇതുണ്ടോ, ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ കുഞ്ഞ് ഛർദ്ദിക്കും. കുഞ്ഞിന് ഇവിടെ ഉള്ളത് വെളിയിലേക്ക് വരും. അപ്പം ഈ മൗത്ത് ക്ലോസ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് വരില്ല. തിരിച്ച് റിട്ടേൺ ബാക്ക് പോയി അത് ലെൻസിൽ പോയിട്ട് വേറെ പ്രശ്നങ്ങളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 2 മൗത്തും ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ വിരൽ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടത്തരുത്, ഇങ്ങനെ ഈ പൊസിഷനിൽ കിടത്തരുത്. ഇങ്ങനെ കിടത്താതെ നേരെ താഴേക്ക് കണ്ടോ, ഇങ്ങനെ ആളെ താഴേക്ക് എന്ന രീതിയിൽ കിടത്തിയിട്ട് ഈ നേരെ നമ്മൾ CPR കൊടുത്തതിൻ്റെ ബാക്കില്ലേ, നമ്മൾ കുട്ടികൾക്ക് പാല് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിൽ തട്ടില്ലേ എന്ത് ഈ ഗ്യാസ് പോലെ, സെയിം തന്നെ കുട്ടീനെ നേരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിടത്തുക. 1 2 3 4 5 5 പ്രാവശ്യം തട്ടുക. എന്നിട്ട് ഈ കൈ ഉപയോഗിച്ച് കുഞ്ഞിനെ തലയെ ഹോൾഡ് ചെയ്ത് നേരെ ബാക്ക്, നമ്മളിപ്പറേ എങ്ങനെയാണോ ഹോൾഡ് ചെയ്തത് അതേപോലെ തിരിച്ച് ഹോൾഡ് ചെയ്യാം. എൻ്റെ ഈ കയ്യിൽ കുട്ടി ഇപ്പം സേഫാണ്. എൻ്റെ കാലെന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്? കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഈ പ്രഷറിൽ എൻ്റെ കയ്യിൽ കുഞ്ഞ് നിൽക്കണം എന്നുണ്ടാവില്ല. കുഞ്ഞ് ചിലപ്പോൾ താഴെ പോവാം. അപ്പം ആ കൊടുക്കാതിരിക്കാനുള്ള സപ്പോർട്ടാണിത്. അപ്പോൾ 2 കാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലിൽ നേരെ താഴേക്കെന്ന രീതിയിൽ കിടത്തിയിട്ട് 1 2 3 4 5 നമ്മുടെ CPR ഇല്ലേ, CPR നേരെ തിരിക്കുക. 1 2 3 4 5 5 പ്രാവശ്യം കൊടുക്കുക. നേരെ ചെയ്ത പോലെ തന്നെ റിട്ടേൺ ഇപ്പോഴത്തെ കയ്യിലേക്ക് കിടത്തുക. നേരെ തിരിക്കുക, താഴേക്ക് എന്ന പോലെ കിടത്തിയിട്ട് 1 2 3 4 5 5 പ്രാവശ്യം ചെയ്യുക. നേരെ റിട്ടേൺ തിരിക്കുക. 1 2 3 4 5 ഇങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പോകും. അപ്പോൾ കുട്ടി നന്നായിട്ട് കരയും. നോക്കുക, പോയി കുട്ടി ഉറപ്പാക്കിയതിന് ശേഷം അത് നിർത്തുക. ഇനി പോയില്ല എന്നാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒരു 3-4-5 പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്താൽ കുട്ടികളുടെ കേസ്. ഈ കോയിനും അതേപോലെ തന്നെയാണ്. ഈ പെട്ടെന്നുള്ള സാധനം ഇങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ പാടാം. നേരെ മറിച്ചത് ഇങ്ങനെ ചെരിഞ്ഞാൽ കിടക്കുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി പൊക്കോളും. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ കോയിൻ മിഴുങ്ങിയതായിക്കോട്ടെ, ഈ സ്ക്രൂ മിഴുങ്ങോ, എന്തെങ്കിലും മഞ്ചാടിക്കുരു, ഇങ്ങനെ എന്ത് മിഴുങ്ങിയാലും കുട്ടിയുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. കുട്ടി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അപ്പോൾ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. കുട്ടി ഇത് വെച്ചിട്ട് ഭയങ്കര രീതിയിൽ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് അത് അവിടെ ഇരുന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ ബുദ്ധിമുട്ട് ഇനിയും കൂടാൻ, കുട്ടി പഴയ പോലെ മറ്റേ നേരത്തെ പറഞ്ഞ അലർജി പോവാം. അപ്പോൾ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. നേരെ മറിച്ച് കുട്ടി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പതിയെ കുട്ടിയുടെ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അത് പതുക്കെ കുട്ടിക്ക് അതെടുത്ത് നമുക്ക് കളയാനുള്ളൊരു സമയമുണ്ട്. ഇതിവിടെ കിടന്ന് കുട്ടി ആ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയമില്ല. കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. സിറ്റുവേഷൻസ് നോക്കുക. കുട്ടി ആക്റ്റീവ് ആണോ നോക്കുക. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പതുക്കെ ആണെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് ചെയ്യാം. പക്ഷെ കുട്ടി ആക്റ്റീവ് അല്ല, കുട്ടി ഭയങ്കരമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നേരെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിലിപ്പോൾ ഒരു പുതിയൊരു ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ ബട്ടൺ ബാറ്ററി ഉണ്ടല്ലോ, നമ്മൾ ഈ വാച്ചിലും അതിലെല്ലാം ചെറിയ ബാറ്ററി, അത് പിള്ളേരെല്ലാം കുറേ കഴിക്കുന്നു. കുറേ പേര് ഇങ്ങനെ എഴുതി വരാറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു പുതിയൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടേബിൾ സ്പൂൺ തേൻ, കാരണം ഇത് ലിഥിയമാണ് ഈ ബാറ്ററി. അപ്പോൾ ഉള്ളിൽ ആസിഡും കാര്യങ്ങളും നമ്മുടെ സ്റ്റമക്കിലുണ്ട്. അപ്പോൾ വീണ്ടും എന്താ പറയുക, നമ്മുടെ കുഴലിലെല്ലാം ഹോള് വരാനും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിഴുങ്ങി നമ്മൾ കാണുവാണെങ്കിൽ കുട്ടിക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ കൊടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊടുക്കുക. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും. എക്സ്റേ എടുത്തിട്ട് അത് മോഷനെ കൂടി തന്നെ പാസ്സാവും. ചെറിയ സാധനം അതായത് മോഷനെ കൂടി തന്നെ പാസ്സാവും. പക്ഷേ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഒബ്സർവേഷനും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. കാരണം വെച്ചാൽ ഇതൊരു ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇതിലെ കെമിക്കൽസ് എല്ലാം ഉള്ളതാണ്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ മോഷൻ ഒരു പാസ്സാവും. പക്ഷേ എന്നാലും കുട്ടിക്ക് ഒബ്സർവേഷൻ ആവശ്യമാണ്. കാരണം എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാനില്ല. അപ്പം ഞാൻ ഈ CPR തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച്. പക്ഷേ അതിനേക്കാൾ അടിപൊളി ഒരു ക്ലാസ് ആയിട്ട് എടുത്തത്. ആ ക്ലാസ് ഇപ്പോൾ 2-3 വട്ടം നമ്മൾക്ക് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം എല്ലാത്തിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എല്ലാത്തിൻ്റെ അവസാനം CPRലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ചോക്കിംഗ് ആണെങ്കിലും വേറെ എന്ത് പ്രവൃത്തി, ആക്സിഡൻറ്റ്, ഡ്രൗണിങ്, എന്തോ ആണെങ്കിലും അവസാനം വരുന്നത് CPRലേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കും. ഇതെല്ലാവരും കഴിവതും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും എല്ലാവരും പറഞ്ഞിരിക്കും. അതാണ് ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ കൊച്ചു പിള്ളേർക്ക് വരെ 4ാം ക്ലാസ്സിലെ പിള്ളേർ വരെ CPR ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന കേസസുണ്ട്. അവർ CPR എവിടെ നിന്നോ പഠിച്ച് അവർ ചെയ്ത് വരുന്ന കേസസുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടുകാർക്ക് എൻ്റെ പാപ്പാക്കും ഉമ്മാക്കും ഇപ്പോഴും അറിയില്ല നമുക്ക് CPR എന്താണെന്ന്. പക്ഷേ കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഇന്നത്തെ അറിയുന്ന കാര്യങ്ങളാണ്. ഫുട്ബോൾ കോച്ചിങ് അല്ലാതെ പല കുട്ടികൾ ഇപ്പോൾ ഇൻവോൾവ് ആവുന്നുണ്ട്. സ്കൂളുകളിൽ തന്നെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ഈ കോച്ചിങ്ങിൽ തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞത്തെ മെഡിക്കൽ സപ്പോർട്ട് പോയത് ഒരു കൊച്ച് അവൻ്റെ അനിയനെ എടുത്ത് അവൻ്റെ മടി കിടത്തിയേക്കാം. എന്നിട്ട് അവൻ അവൻ്റെ കൈ വെച്ച്
കോച്ച് പഠിപ്പിച്ചതാ CPR കൊടുക്കണം ഇങ്ങനെ. ഇവൻ അത് അവൻ്റെ അനിയനെ കാണിച്ചു കൊടുക്കാം. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കുന്ന കുട്ടീനെ ചെയ്യരുത്, എനിക്കത് പറഞ്ഞു തന്നത് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. PHC കൊണ്ടുവന്ന് റാബിസ് വാക്സിൻ 5 ഡോസ് ഉണ്ടാവും. 0, 3, 7, 14, 21, 28 ദിവസം വെച്ചിട്ട് ആ 5 വാക്സിൻ ഡോസസ് എടുക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഡോഗ് ബൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്നേക്ക് ബൈറ്റിലാണെങ്കിൽ നമ്മൾ ഇതൊക്കെ തന്നെ. പക്ഷേ കുറേ മിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഴയ ഗ്രാമങ്ങളെല്ലാം അങ്ങോട്ടെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഇവർ പറയും നമ്മൾ തുപ്പൽ തേക്കണം, മഞ്ഞൾ തേക്കണം, അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. പക്ഷേ അതിലൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സയൻറ്റിഫിക് ബ്രേക്ക് ത്രൂ ഒന്നും ഇല്ല. അതിന് മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് കളിച്ച് കഴുകുക. ഇപ്പോൾ കാലിലാണെങ്കിൽ കാലൊന്ന് എലിവേറ്റ് ചെയ്ത് വെക്കുക, ആ ഒരു ബ്ലഡ് ഒന്ന് റൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുക, ടൈറ്റ് ആക്കാതെ ഒരു ബാൻഡേജ് കെട്ടുക, ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി. ആ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ കെട്ടുന്നത്, അല്ലാതെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ നിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, ആ ഒരു ബാൻഡേജ് കെട്ടി നേരെ ആശുപത്രി വന്ന് പാമ്പ് പിന്നെ കഴുകും. പറ്റുമെങ്കിൽ ആ പാമ്പ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ പുറകെ ഓടാൻ പോകുന്നത് ആ പാമ്പ് ഏതാണ്, വിഷമാണ് വിഷം അല്ലാത്തതാണ്. വിഷമാണെങ്കിൽ ആ പാമ്പ് കെട്ടണം. വിഷമില്ലാതെ പാടില്ല, ടൈറ്റ് ആയിട്ട് കെട്ടാൻ പാടില്ല. കാരണം നമ്മൾ അവർക്ക് സർക്കുലേഷൻ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നമ്മളോട് ഓക്കെ ടൈറ്റ് ആയിട്ട് കെട്ടാൻ പാടില്ല. ഓയിൻമെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിപ്പോൾ ചെറിയ പോരാട്ടം നമ്മളൊന്ന് കവർ ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. അത് കൂടുതൽ പിന്നെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഫാർമസിയിലെല്ലാം നമുക്ക് ബേൺസിൻ്റെ നമ്മുടെ ഓയിൻമെൻറ്റ് അത് ചെറിയ ബേൺസ് ആണെങ്കിൽ അത് ധാരാളം. പക്ഷേ വലിയ ബേൺസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത് കവർ ചെയ്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. കാരണം അതിനനുസരിച്ച് പ്ലാസ്റ്റിക് സർജറി വരെ കൺസൾട്ടേഷൻ എല്ലാം വേണ്ടി വരും. ഓക്കെ, ബേസിക്കായിട്ട് ആക്സിഡൻസ്, ഈ ആക്സിഡൻസ് എല്ലാം നമ്മൾ റോഡിൽ കാണുന്നത് എന്താണ്, നമ്മളിപ്പോൾ കുറേ ബ്ലീഡിങ് ഉള്ള ചിലപ്പോൾ കാലെല്ലാം ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. ആൾ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഹെൽമെറ്റ് ഇടാത്ത ആളായിരിക്കും. നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരാളിപ്പോൾ പൊക്കുമ്പോൾ തന്നെ നമ്മൾ അയാളുടെ കഴുത്തും ഈ ഷൂട്ട് ഭാഗം തലയുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എടുക്കുമ്പോഴേക്കും പുള്ളിക്കാരൻ്റെ വല്ല നെക്കിൽ ഫ്രാക്ചർ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അത് എടുക്കുമ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ ഫുൾ ഈ കഴുത്ത് നമ്മൾ മൊബൈലൈസ് ചെയ്യും. നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ ഒരാളെ കൊണ്ട് പറ്റില്ല. 2-3 ആൾക്കാർ പോകും. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിലേക്കല്ലേ ഈ ബൈക്കിൽ അടിച്ചിട്ട് കുറേ വരുന്ന ആൾക്കാർ ബൈക്കിൽ പുള്ളിക്കാരനെ കയറ്റിക്കൊണ്ടാക്കി ഇവർ വരും. നമ്മൾ എപ്പോഴും സാധാരണ നമ്മൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു വലിയൊരു ആക്സിഡൻറ്റ് ആണെങ്കിൽ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരൻ്റെ ആ സമയത്ത് ഭയങ്കര ബോധക്ഷയം ഉണ്ടായി, വീടിന് ശേഷം അല്ലെങ്കിൽ ഷർട്ടിലുണ്ടായി, അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് കഴിയുന്ന ആംബുലൻസിന് വെയിറ്റ് ചെയ്തിട്ട്. കാരണം വെച്ചാൽ ഇതൊരു പൊക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ആ പൊക്കുന്ന രീതിയിലേക്ക് ആ നെക്ക് വീണ്ടും ഫ്രാക്ചറായിട്ട് പുള്ളിക്കാരൻ്റെ വീണ്ടും അത് പ്രശ്നത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ അതിനൊരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ബ്ലീഡിങ് ആയിട്ട് നിൽക്കുന്ന ആളാണ്, ആൾക്ക് പൾസില്ല, ബ്രീത്തിങ് ഇല്ല, ഭയങ്കര ബ്ലീഡിങ്. നമ്മൾ ബ്ലീഡിങ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കേട്ട് CPR കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ CPR ആദ്യമേ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ ചോരെല്ലാം പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മരിച്ചു എന്തായാലും. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഉള്ള തുണിയാണെങ്കിൽ നമ്മളൊന്ന് കെട്ടിയിട്ട് നേരെ CPR കൊടുക്കുക ചെയ്യും. ഓക്കെ, ആൻഡ് പിന്നെ ഉള്ളത് ഗ്രൗണ്ടിങ്ങിൽ നമ്മളിപ്പോൾ ആൾ ബീച്ചിൽ ഇങ്ങനെ പെട്ടെന്ന് മുങ്ങിപ്പോയിട്ട് കൊണ്ടുവരിക. നമ്മളപ്പോൾ നമ്മുടെ ഈ വയറ്റിൽ നമ്മൾ നേരത്തെ ചോദ്യങ്ങൾ കാണിച്ചു, ആ ചോദ്യത്തിൻ്റെ ഇതിൽ തന്നെ നമ്മൾ CPR കൊടുക്കുക. എല്ലാത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നത് അതാണ് ഞാൻ ഈ CPR ഇമ്പോർട്ടൻസ് പറഞ്ഞത്. എല്ലാത്തിൻ്റെ അവസാനം വേഴ്സ്റ്റ് കേസ് സിനാരിയോ CPR ആണ്. ഓക്കെ, ആ CPR ഒരാളെ രക്ഷപ്പെടുത്തിയ അയാൾ എന്തായാലും 50% ഞാൻ പറഞ്ഞത് ജീവനോട് തിരിച്ചെടുക്കും. ഓക്കെ, അടുത്തത് നമ്മൾ എനിക്ക് ആദ്യം ഡൗട്ട്സ് ഉണ്ടോ?